ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇപ്പോൾ കഷ്ടകാലമാണ്. പുതുവർഷത്തിൽ ട്രൂഡോയുടെ കസേര തെറിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതായത് ഹൗസ് ഓഫ് കോമൺസിലെ 153 അംഗ ഭരണകക്ഷിയിൽ പകുതിയിൽ കൂടുതൽ പേര്, അതായത് 80ഓളം MP ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സത്യത്തിൽ ട്രൂഡോയുടെ നില പരുങ്ങലിലാണ്. അതായത് 80 MP പറയുമ്പോൾ ടോട്ടൽ 153 പേരുള്ള ഭരണകക്ഷിയിൽ 80 MP ട്രൂഡോയ്ക്കെതിരെ പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയൊരു തിരിച്ചടിയായിരിക്കും ട്രൂഡോയ്ക്ക് ഉണ്ടാക്കുന്നത്. അറ്റ്ലാന്റിക് കാനഡ, ഒന്റാറിയോ മേഖലകളിലുള്ള മുഴുവൻ ലിബറൽ പാർട്ടി അംഗങ്ങളും ട്രൂഡോയ്ക്ക് എതിരായിട്ടുണ്ട്. ആൽബർട്ടയിൽ നിന്നുള്ള ഇൻഡോ കനേഡിയൻ MP ആയിട്ടുള്ള ജോർജ് ചാഹൽ നേരത്തെ തന്നെ ട്രൂഡോയുടെ ഒരു രാജി ആവശ്യം ഉന്നയിച്ച വ്യക്തിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകാൻ ഒരു പുതിയ നേതാവ് വേണമെന്നാണ് ട്രൂഡോയുടെ തന്നെ പാർട്ടി, അതായത് ലിബറൽ പാർട്ടി തന്നെ ആവശ്യപ്പെടുന്നത്. ട്രൂഡോ ഒരു തികഞ്ഞ പരാജയമാണെന്നും പകരം മറ്റൊരാൾ പാർട്ടിയെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നയിക്കട്ടെ എന്നുമാണ് അവിടെയുള്ള ഇപ്പോഴത്തെ MP തന്നെ നിലപാട്. ഇത് ട്രൂഡോയ്ക്ക് വലിയ തിരിച്ചടിയാണ്. വരുന്ന ഒക്ടോബർ 2025 കാനഡയിലെ തെരഞ്ഞെടുപ്പ് എന്നാണ് സൂചന. എന്നാൽ അതിനു മുമ്പ് ട്രൂഡോ വീഴുകയാണെങ്കിൽ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. പ്രതിപക്ഷത്തുള്ള കൺസർവേറ്റീവ് പാർട്ടി വളരെ പവർഫുൾ ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ജനുവരി അവസാനത്തോടെ തന്നെ അവർ ചിലപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധ്യതയും കാണുന്നുണ്ട്. ആംഗസ് റീഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച സർവേയിൽ ലിബറൽ പാർട്ടിയുടെ പിന്തുണ വെറും 16% ഉള്ളൂ. പാർട്ടിയുടെ 157 വർഷത്തെ ചരിത്രമെടുത്താൽ ഏറ്റവും മോശം കണക്കാണിതെന്ന് കാണാൻ സാധിക്കും. 2011 തെരഞ്ഞെടുപ്പിൽ പോലും 18.9% വോട്ട് കിട്ടിയിരുന്നു. അതാണ് നിലവിലെ ഏറ്റവും ദയനീയ പ്രകടനം. അതിനേക്കാൾ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ലിബറൽ പാർട്ടി എത്തിയിരിക്കുന്നത്. 20 വയസ്സിന് താഴെയുള്ളവരിൽ 22% പേരും മാത്രമാണ് ട്രൂഡോയെ പിന്തുണയ്ക്കുന്നത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ട്രൂഡോ ഈ ഖാലിസ്ഥാൻ മൂവ്മെന്റിനെ വളരെ സപ്പോർട്ട് ചെയ്ത് നിന്നത് തന്നെ അദ്ദേഹത്തിന് NDPയുടെ പിന്തുണ കിട്ടാനാണ്. NDP അഥവാ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത് ഒരു അവസരവാദ രാഷ്ട്രീയ പാർട്ടിയാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ നിതീഷ് കുമാറിനെ പോലെയൊക്കെ പറയാം. എവിടെയാണോ ജയസാധ്യതയുള്ളത് അങ്ങോട്ട് ചാടാൻ യാതൊരു മടിയില്ലാത്ത പാർട്ടി. ട്രൂഡോയുടെ ഭരണം കൊണ്ട് ഇനി മെച്ചമില്ല എന്നും ട്രൂഡോ വരുന്ന തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ പോകുന്നു മനസ്സിലാക്കിയ ഈ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ട്രൂഡോയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് നൈസായിട്ട് കളം മാറിക്കളഞ്ഞു. ജഗ്മീത് സിംഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ട്രൂഡോ ഖാലിസ്ഥാൻ വാദത്തെയൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന് ഇന്ത്യ വിരുദ്ധതയും ഉണ്ട്, അത് വേറൊരു വശമാണ്. അപ്പോൾ പക്ഷെ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആരെയാണോ സപ്പോർട്ട് ചെയ്തത് അവര് തന്നെ ഇദ്ദേഹത്തെ ആദ്യമേ കാലുവാരിയിട്ട് പോയി. രണ്ടാമത് ഇദ്ദേഹത്തിന് പ്രതീക്ഷിച്ച സിഖുകാരുടെ വോട്ട് കിട്ടുന്നില്ല. കാനഡയിലെ പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, നമ്മുടെ ഇത് പറയുന്ന പോലെ പല അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഇന്ത്യൻ വോട്ടുകൾ വളരെ നിർണായകമാണ്. ഇന്ത്യൻ വംശജരുടെ വോട്ടുകൾ അവിടെയാണ്. ഇന്ത്യക്കാരുടെ പോലും, അതായത് ഖാലിസ്ഥാനികളുടെ പോലും പിന്തുണയില്ലാത്ത അവസ്ഥയിൽ സത്യത്തിൽ ട്രൂഡോ ആകെ തകർന്നു കിടക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് അപമാനിച്ചു വിട്ടു, നരേന്ദ്രമോദിയുമായിട്ട് ഉടക്കി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കി, വളരെ നാണം കെട്ടു. ആ സമയത്ത് ഇപ്പോ ആരെയാണോ മൂപ്പര് സപ്പോർട്ട് ചെയ്തത് അവര് തന്നെ ട്രൂഡോയെ വലിച്ചു കളഞ്ഞിരിക്കുകയാണ്, ഇയാളെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കയ്യിലിരുന്നതും കടിച്ചു പിടിച്ചതും ഇല്ലാത്ത അവസ്ഥയിലാണ് ട്രൂഡോ. ഉള്ളതെല്ലാം കൊണ്ട് കളഞ്ഞു. നല്ല റിലേഷൻസ് ഉണ്ടായിരുന്നതും നശിപ്പിച്ചു രാജ്യങ്ങളുമായിട്ട്. ഇപ്പോൾ ഒരു തരത്തിലും ട്രൂഡോയ്ക്ക് ഒരു നിലനിൽപ്പില്ലാത്ത അവസ്ഥ വന്നു. സ്വന്തം പാർട്ടി, നേരത്തെ നമ്മൾ പറഞ്ഞത് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന NDP ലിബറൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ട്രൂഡോയുടെ തന്നെ സ്വന്തം പാർട്ടിയായ ലിബറൽ പാർട്ടിക്ക് പോലും ട്രൂഡോയെ വേണ്ടാത്ത അവസ്ഥയാണ്. ഈ കോമാളിയെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പാർട്ടിയിലെ അംഗങ്ങൾ, അതായത് ചിരിച്ചിരിച്ച് ചാവും. സത്യം പറഞ്ഞാൽ ഈ ട്രൂഡോയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളുടെ താഴെ വരുന്ന കമന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ ലിബറൽ പാർട്ടി അംഗങ്ങൾ ട്രൂഡോയെ വിളിക്കുന്നത് ജോക്കർ എന്നാണ്, കോമാളി എന്നാണ് വിളിക്കുന്നത്. ഇയാളെ ഇനി വേണ്ട, കാനഡയെ ഇയാളൊരു തമാശയാക്കി മാറ്റിയെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഏത് രീതിയിലും ഇയാൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യത കാണുന്നില്ല. സ്വന്തം പാർട്ടിക്കാരെ തന്നെ തിരിഞ്ഞ സ്ഥിതിക്ക് ട്രൂഡോ അപമാനിതനായി തല കുനിച്ചിറങ്ങി പോകേണ്ടി വരും. എന്തൊക്കെ ആയിരുന്നു ട്രൂഡോ കളിച്ച കളികൾ അല്ലേ? ഇന്ത്യ വിരുദ്ധതയുടെ കൊടുമുടിയിലായിരുന്നു ഇയാള്. അതിനപ്പുറം എന്തായിരുന്നു, ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ നേതാക്കളെയൊക്കെ വിളിച്ചു പോലും ഇന്ത്യക്കെതിരെ ശത്രുത ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു തനി നാടൻ അയൽക്കൂട്ട നുണയനാണ് ഈ പറയുന്ന ട്രൂഡോ. അയാൾക്ക് ഈ ഗതി വരുമെന്ന് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.